നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂര്യഗ്രഹത്തെക്കുറിച്ചാണ്. വേദിക് അസ്ട്രോളജിയിൽ 9 ഗ്രഹങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. ഗ്രഹം എന്ന് പറയുന്നത് കൊണ്ട് വേദിക് അസ്ട്രോളജിയിൽ ഉദ്ദേശിക്കുന്നത് ഭൂമിയെയും നമ്മളെ മൊത്തത്തിലും സ്വാധീനിക്കുന്ന ഒരു സെലസ്റ്റ്യൽ ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിൻ്റെ മുഴുവനും നിയന്ത്രണം ഉള്ള ഒരു ശക്തിയാണ്. സൂര്യനാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഊർജം, പ്രകാശം എല്ലാം തരുന്നത്. ഇനി സൂര്യൻ്റെ എസോട്ടറിക് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്ന് പഠിക്കാം. കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും മകനായിട്ടാണ് സൂര്യൻ ജനിക്കുന്നത്. ദേവന്മാരുടെ പൂർണ്ണ പരാജയത്തിൽ ദുഃഖിതയായ അതിഥി സൂര്യദേവനെ പ്രാർത്ഥിച്ച് എൻ്റെ സന്താനമായി വന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സൂര്യൻ കശ്യപൻ്റെയും അതിഥിയുടെയും മകനായി ജനിക്കുന്നത്. ആ സൂര്യൻ ദേവന്മാർക്കും സർവചരാചരങ്ങൾക്കും ഒരുപാട് ഉപകാരങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇന്നും അത് സൂര്യൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. 7 കുതിരകളും അതിൻ്റെ തേരാളിയായി സ്വന്തം അനുജനായ അരുണനും ചേർന്ന് സൂര്യൻ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്നു, വീക്ഷിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്കും സൂര്യൻ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സൂര്യൻ്റെ ഒരു ശക്തി എന്നും ഈ ലോകത്തുണ്ട്. സൂര്യൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണെന്ന് നമ്മൾ എന്നും മനസ്സിലാക്കണം. സൂര്യൻ ഈ തേരാളിയായി എടുക്കുന്ന അരുണൻ, അതിനും ഒരു കഥയുണ്ട്. അരുണൻ യഥാർത്ഥത്തിൽ അത് ഈ സൂര്യന് കശ്യപൻ്റെ മറ്റൊരു ഭാര്യയായ വനിതയിലുണ്ടാകുന്ന മകനാണ്. അത് 2 അണ്ഡങ്ങളായിരുന്നു. ഒരു അണ്ഡം അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് അമ്മ വിരിയിച്ചു. തൽഫലമായി ശരീരം അപൂർണമായി വികസിച്ച് അരുണൻ ജനിച്ചു. ആ അരുണൻ സ്വന്തം അമ്മയെ ശപിച്ചിട്ട് ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണ്. ഈ അരുണൻ തന്നെയാണ് പകുതി ശരീരം വളർച്ചയെത്താത്ത അരുണനാണ് സൂര്യൻ്റെ തേരാളിയാകുന്നത്. അവിടെ എന്തോ ഒരു വൈദ്യത്തിൻ്റെ സ്വാധീനമുള്ളതായി നമുക്ക് കാണാം. കാരണം ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ്റെ 2 മക്കൾ അശ്വിനി ദേവതകൾ പേരുകെട്ട ഭിഷഗ്വരന്മാരായിരുന്നു. സൂര്യൻ്റെ ഈ വൈദ്യവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. കൂടാതെ ഈ പ്രകൃതി, സസ്യങ്ങൾ, ഇതെല്ലാം സൂര്യനാണ് അതിൻ്റെ ഊർജം കൊടുക്കുന്നത്. അതാണ് മരുന്നുകളായി രൂപാന്തരപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ വൈദ്യകാരകത്വം വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയണം. ജാതകത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിന്നാൽ നല്ലൊരു ഡോക്ടറാകുമെന്നൊക്കെ നമുക്ക് പ്രവചിക്കുന്നതിൽ തെറ്റില്ല. ഇതാണ് സൂര്യൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സൂര്യൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് സൗൾ, അതുപോലെ തന്നെ ജീവാത്മാവാണ്, അതുപോലെ തന്നെ പരമാത്മാവാണ്. ഇത് മൂന്നുമുണ്ട്. ഈ മൂന്നും തമ്മിൽ നമുക്ക് ചേർക്കണം. അങ്ങനെ ചേർത്തിട്ട് പരമാത്മാവ് ആകുന്ന സൂര്യനെ നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞാൽ, അത് നമ്മൾ മനസ്സിൽ കൂടിയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ മനസ്സിൽ കൂടി വരേണ്ടതാണ്. സൗളും ജീവാത്മാവും പരമാത്മാവും എല്ലാം സൂര്യനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സൂര്യൻ പിതൃകാരകനാണ്. ആരോഗ്യത്തിൻ്റെ, ശരീരത്തിൻ്റെ, ശരീരത്തിൻ്റെ ബലം, അങ്ങനെ തന്നെ ഊർജം, വീര്യം, ധൈര്യം, ഇതൊക്കെ സൂര്യനാണ്. സൂര്യൻ ബലവാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കർമ്മരംഗങ്ങളിൽ വിജയമുണ്ടാകും. അതുപോലെ തന്നെ പൊളിറ്റിക്സ്, രാജാവിൻ്റെ ഒരു സ്വാധീനം, രാജാവാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സിലും ഈ സൂര്യൻ ബലവാനാണെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ, ഉയർന്ന പൊളിറ്റിക്കൽ സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഉയർന്ന ഏതിൻ്റെയും ഉയർന്ന സ്ഥാനങ്ങളിൽ സൂര്യൻ തന്നെയായിരിക്കും ഉണ്ടാവുക. സൂര്യൻ ബലവാനാണെങ്കിൽ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബലം കുറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകും. സൂര്യൻ ബലവാനായാൽ നമുക്ക് ഏറ്റവും പ്രശ്നം ഒന്ന് ഈഗോ ആണ്. സൂര്യൻ്റെ ഒരു ദോഷവും കൂടിയായിട്ട് അത് നമുക്ക് കാണണം. ഈഗോ, അനാവശ്യമായിട്ടുള്ള ഈഗോ ഉണ്ടാകും. അതൊരു മത്സര ബുദ്ധി ഉണ്ടാക്കും. ഈഗോ നമ്മളെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ മറച്ചു കളയും. അത് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താനാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധകാര്യങ്ങൾ, യുദ്ധപ്രിയനാണ്. കാരണം സൂര്യൻ ഉച്ചനാകുന്നത് മേടം രാശിയിലാണ്. ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളുമായിട്ടുള്ള ബന്ധം, ശിവഭക്തി, ഈശ്വര സാന്നിധ്യം, അമ്പലങ്ങൾ, പൂജകൾ, ഇതൊക്കെ സൂര്യനാണ്. നമ്മുടെ ഊർജം, നമ്മുടെ എല്ലാം, നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് തരുന്നതും അത് ഉണ്ടാക്കി തരുന്നതും സൂര്യനാണ്. സൂര്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമന് തന്നെ ഉപദേശിച്ചു കൊടുക്കേണ്ടി വന്നു. രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ ശ്രീരാമന് ക്ഷീണം വന്നു. യുദ്ധത്തിൽ ഒരു പരാജയത്തിൻ്റെ ചെറിയൊരു അംശം കണ്ടപ്പോൾ ദേവന്മാരുമെല്ലാം അഗസ്ത്യനോട് പറഞ്ഞ് ആ സൂര്യ മന്ത്രം, ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനടി അതിൻ്റെ ഫലവും കിട്ടി. സൂര്യൻ്റെ ആ മന്ത്രം ജപിച്ചതോടുകൂടി തന്നെ ശ്രീരാമന് ഊർജം ഉണ്ടായി, ശക്തി ഉണ്ടായി, രാവണനെ നിഗ്രഹിക്കാനും കഴിഞ്ഞു. അതാണ് ഈ സൂര്യൻ്റെ പ്രാധാന്യം. ഇനി നമുക്ക് ഈ സൂര്യൻ നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പങ്കുകൾ വഹിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. സൂര്യൻ രണ്ടവസ്ഥ എല്ലാ ഗ്രഹങ്ങൾക്കുമുണ്ട്. അത് തന്നെ ഗുണം ചെയ്യുന്നതും ദോഷം ചെയ്യുന്ന അവസ്ഥകൾ എല്ലാ ഗ്രഹങ്ങൾക്കുമുണ്ട്. എന്നാലും സൂര്യൻ അത് കുറച്ചുകൂടി പ്രബലമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സൂര്യനല്ലേ. പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന സൂര്യൻ്റെ ഉയർച്ചയും താഴ്ചയും നമുക്ക് ഒരുപാട് നമ്മളിൽ സ്വാധീനിക്കും. ഈ കാലപുരുഷന്റെ ഫസ്റ്റ് ഹൗസ്, അതായത് മേടം രാശി, അവിടെയാണ് സൂര്യൻ ഉച്ചനാകുന്നത്. കാരണം സൂര്യന് അനുകൂലമായ ചുറ്റുപാടുകൾ ആ രാശി സൃഷ്ടിക്കുന്നുണ്ട്. കുജനാണ് രാശിനാഥൻ, യുദ്ധപ്രിയനാണ്. അപ്പോൾ നേട്ടങ്ങൾ, ആധിപത്യം സ്ഥാപിക്കൽ, രാജകീയത, ഇതൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു സ്ഥാനത്ത് സൂര്യൻ ഉച്ചനാണ്. അവിടെ തന്നെ നമുക്ക് കാണാം സ്വന്തം മകനായ പാവങ്ങളുടെ
നേതൃസ്ഥാനത്തിലുള്ള ശനി നീചനാണ് അവിടെ. ആ ശനിയുടെ നീചത്വം ആണെങ്കിൽ ശനിയുടെ ഒരു പ്രസൻസ് അവിടെയുണ്ട് സൂര്യൻ ഉച്ചനാകുന്നത് ഈ ശനി നീചനായി നിൽക്കുന്ന മേടം രാശിയിലാണ്. അതുപോലെ തന്നെയാണ് തുലാം രാശിയും വരുന്നത്, സൂര്യന്റെ നീചരാശിയാണത്. അവിടെ ശനി ഉച്ചനാണ്. അവിടെ സാധാരണക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് സൂര്യൻ അവിടെ നീചനാകുന്നത്. കൂടാതെ ഈ തുലാം രാശിയുടെ ആധിപത്യം ശുക്രനാണ്. ശുക്രൻ കോംപ്രമൈസിങ്ങിന്റെയും തുല്യതയുടെയും അതിൻ്റെ സിമ്പിൾ തന്നെ ഒരു ത്രാസാണ്. അവിടെ എല്ലാം ചർച്ച ചെയ്ത് അതിനൊരു ഒരു പ്രതിവിധി കണ്ടെത്തലാണ് തുലാം രാശി. അത് സൂര്യന് യോജിച്ച രാശിയല്ല. കൂടാതെ റൊമാൻസ്, ലവ്, സ്നേഹം ഇതൊക്കെയാണ് അവിടെയുള്ളത്. മൃദുല വികാരങ്ങളുണ്ട്. അതും സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത്ര യോജിച്ച ഒരു എൻവയറോൺമെന്റ് അല്ല. കൂടാതെ ഈ തുലാം രാശിയിൽ ഈ സൂര്യന്റെ ഭാര്യ പിതാവായ വിശ്വകർമാവ് സൂര്യന്റെ ശക്തിയെ റെഗുലേറ്റ് ചെയ്ത ആളാണ്. സ്വന്തം മകളുടെ ആഗ്രഹപ്രകാരം സൂര്യനെ ഒന്ന് മോഡിഫൈ ചെയ്തത് വിശ്വകർമാവാണ്. അപ്പോൾ അതുകൊണ്ടും സൂര്യന് ആ രാശി തുലാം രാശി യോജിച്ച രാശിയല്ല. അല്ലെങ്കിൽ സൂര്യന്റെ ആ ഒരു ശക്തി അവിടെ പൂർണ്ണമായും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അവിടെ സൂര്യൻ നീചനാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈഗോ സൂര്യന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണെങ്കിലും ഈഗോ തന്നെ ഇപ്പം രണ്ടു വിധത്തിലുണ്ട്. അനാവശ്യമായ ക്ലാഷസ് ഉണ്ടാക്കും നീചനായ സൂര്യൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൂര്യൻ നീചനാകുമ്പോൾ നമ്മളെ ഈഗോ, നമ്മളെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മളെ സ്വഭാവങ്ങൾ, ദേഷ്യം ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ലീഡിങ് സ്ഥാനങ്ങളൊന്നും ഈ സൂര്യൻ നീചനായിട്ട് നിൽക്കുന്നവർ എടുക്കരുത്. കാരണം ഹയർ അതോറിറ്റീസുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഈ ആൾക്കാർക്ക് സാധിക്കാതെ വരും. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ലെങ്കിലോ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. സൂര്യൻ ഉച്ചനായാൽ ഉച്ചന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഒരുപാട് നേതൃസ്ഥാനങ്ങളും ഒരുപാട് ധൈര്യവും സ്ഥൈര്യവും എല്ലാം ഉണ്ടാകും. അത് നീചനാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറണം. അതിന് ചില പ്രതിവിധികൾ എടുക്കേണ്ടിയും വരും. ഒന്ന് പ്രധാനമായിട്ടും സൂര്യൻ്റെ എനർജി, ഈ വിറ്റമിൻ ഡി, വിറ്റമിൻ സി ഒക്കെ സൂര്യൻ്റെ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. സൂര്യ വെളിച്ചം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കണം, റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം. കാരണം അത് നമുക്ക് നമ്മുടെ എല്ലുകൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഒരു ബോഡി പാർട്ടാണ്. നമ്മളെ എല്ലുകൾ ഭരിക്കുന്നത് സൂര്യനാണ്. എല്ലിനാവശ്യമായ വിറ്റാമിൻ ഡി തരുന്നത് സൂര്യൻ തന്നെയാണ്. ഡയറക്റ്റ്ലി നമുക്ക് തരുന്നുണ്ട് സൂര്യനത്. അപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഈ വിറ്റാമിൻ സിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങളൊക്കെ സൂര്യൻ്റെ ശക്തിയിൽ വളരെ ഉണ്ടാകുന്ന ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കഴിക്കണം. എന്നാൽ നമ്മളെ ശരീരത്തിൻ്റെ ഓർഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ഈ എക്സസൈസ് ചെയ്യുക. പിങ്കള നാഡി എന്നൊരു നാഡി, അത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ ഉയർത്തണം. അതിനെ നമ്മൾ ഈ യോഗ പ്രാക്ടീസ് കൊണ്ടൊക്കെ അതിനെ ഉയർത്തിയെടുക്കാം. അതിനെ ഉയർത്തിയാൽ നമുക്ക് ഊർജം ഉണ്ടാകും, നമുക്ക് കാര്യങ്ങൾ നേരിടാനുള്ള ശക്തി ഉണ്ടാകും, ഉന്മേഷമുണ്ടാകും, ധൈര്യമുണ്ടാകും, ഒരു പ്രകാശം, നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന പ്രകാശത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് സൂര്യൻ്റെ നീചത്വം കൊണ്ട് സയന്റിഫിക്കലിയും നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചില യോഗ പ്രാക്ടീസുകളും കാര്യങ്ങളും ചെയ്തിട്ട് ചില ഭജനങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും. കാരണം ഈ അമ്പലങ്ങളും ശിവനും സൂര്യന് വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി നമ്മളെ ജീവിത ശൈലിയെ കൊണ്ടുപോകണം. ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ആദിത്യ ഹൃദയം മന്ത്രം, അത് ഉരുവിടുന്നത് സൂര്യനെ ബലപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ്. രണ്ടാമത് വരുന്നത് ഈ ഗായത്രി മന്ത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള മന്ത്രം. അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മൂന്നാമത് ഒരു ഉപദേശം അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാം. അത് ലക്ഷ്മണന്റെ മാനസികമായിട്ടുള്ള ഒരു തളർച്ചയെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശമാണ്. ലക്ഷ്മണൻ ആവശ്യപ്പെടുന്നതാണ്, എനിക്ക് മനസ്സിന് ഒരു നിയന്ത്രണമില്ല, ഞാനൊരു തരത്തിൽ ദുഃഖിതനാകുന്നു, എന്നെ ഒന്ന് എനിക്കൊരു ഊർജവും ധൈര്യവും ശക്തിയും തരണം, ഉപദേശിച്ചു തരണം. അങ്ങനെ അവിടെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ശ്രീരാമൻ. അത് ലക്ഷ്മണോപദേശം എന്നാണ് അതിന് പറയുന്നത് അധ്യാത്മരാമായണം. അത് നിങ്ങൾ ഈ സൂര്യന്റെ നീചത്വം അനുഭവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് നീചത്വം മാത്രമല്ല, സൂര്യൻ നമ്മുടെ പരമാത്മാവാണ്. നമുക്ക് ആ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഈ ലക്ഷ്മണോപദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, വായിച്ച് പഠിക്കണം, അത് പ്രായോഗികമാക്കണം. അങ്ങനെ വന്നാൽ നമുക്ക് അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ കയറ് പാമ്പായിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ് ഈ ലോകത്തിൽ ധാരാളമായിട്ട് നാം കാണുന്നത്. അത് വിദ്യയുടെയും നമ്മുടെ നോളജിൻ്റെയും അഭാവമാണ്. അത് ഇരുട്ടിൻ്റെ ഒരു സന്തതിയാണ്, ഇരുടാണ്, അന്ധകാരമാണ്, അജ്ഞതയാണ്. അതിനെ നമ്മൾ നീക്കണം. എങ്ങനെ? ജ്ഞാനം കൊണ്ട്. അങ്ങനെ ആ ജ്ഞാനം കൊണ്ട് അതിനെ നീക്കിയാൽ, പ്രകാശം കൊടുത്താൽ നമുക്ക് മനസ്സിലാവും അത് കയറല്ല, അത് പാമ്പല്ല, അത് കയറാണെന്ന്. അപ്പോൾ പാമ്പ് എന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ മനസ്സിൽ രൂപപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറും. നമുക്ക് ധൈര്യം വരും, ശക്തി വരും, സന്തോഷം വരും, പ്രവർത്തന ശേഷി വരും. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ലക്ഷ്മണോപദേശമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ട് അത് പ്രായോഗികമാക്കുക. കൂടാതെ സൂര്യന് പിതൃകാരകനാണ്. സീനിയേഴ്സ്, പ്രായം ഉള്ള ആൾക്കാരെ ബഹുമാനിക്കുക, അവരെ ആരാധിക്കുക, അവരെ പൂജിക്കുക. പണ്ടൊക്കെ നമ്മളത് ചെയ്തിരുന്നു, ഇന്നതില്ല. കാരണം നമ്മളെ പിതൃതുല്യന്മാരായ ആൾക്കാരുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ സൂര്യൻ്റെ ബലഹീനതയെ ഉത്തേജിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണം. എന്നാൽ സൂര്യൻ നമുക്ക് ബലവാനാകും. സൂര്യൻ്റെ നീചത്വത്തെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും കഴിയും. ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തലയാണ് മെയിൻ, ഹൃദയം, അതുപോലെ തന്നെ ബോൺസ്, നാഡീവ്യൂഹം, രക്തം, രക്തചലനങ്ങൾ, ഇതൊക്കെ സൂര്യനാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, സൂര്യൻ എപ്പോഴും നമ്മൾ ഈ സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും ചിലവഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ഒരു ധ്യാനം പോലെ എവിടെയെങ്കിലും മിതമായ സൂര്യപ്രകാശമുള്ള സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ അമ്പലമുണ്ട്, കൊണാർക്ക് പോലുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥന നടത്തലൊക്കെ സൂര്യനെ ബലപ്പെടുത്താനുള്ള വഴികളാണ്. സൂര്യൻ 5-ാം ഭാവത്തിലാണ് സൂര്യൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ദഹനം, സൂര്യൻ പിത്തകാരകനാണ്, അഗ്നികാരകത്വമുണ്ട്. അപ്പോൾ അവിടെ ഈ സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. ചില സൂര്യന് ബലമില്ലെങ്കിൽ സ്റ്റൊമക്ക് പ്രോബ്ലംസ്, കോൺസ്റ്റിപ്പേഷൻസ്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിൽ യോഗ പ്രാക്ടീസുകൾ കൊണ്ടൊക്കെ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഈ വൈദ്യന്മാരെ സമീപിച്ച്
അതിനുള്ള റെക്ടിഫിക്കേഷൻസ് എടുക്കണം. മറ്റൊന്ന്, ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ സൂര്യൻ ബലവാനായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാതരം ലീഡിങ് ജോലികളും ഉയർന്ന സ്ഥാനങ്ങളും അലങ്കരിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. അങ്ങനെ തന്നെ നല്ല ഊർജ്ജസ്വലതയുള്ള ഊർജ സ്വഭാവങ്ങളുള്ള എന്ത് ജോലിയും ഈ സൂര്യൻ ബലവാനായ ആൾക്കാർക്ക് യോജിച്ചതായിരിക്കും. നല്ല ഡോക്ടേഴ്സ് ആകാം, നല്ല ഈ സർജറി നടത്തുന്ന ആൾക്കാരൊക്കെ. അതുമാത്രമല്ല, വലിയ വലിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, അല്ലെങ്കിൽ ആ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ ലീഡിങ്ങിൽ വരിക, നല്ല പൊളിറ്റീഷ്യൻസ് ആവുക, ഇതൊക്കെ സൂര്യൻ ബലവാനായാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. സൂര്യൻ നീചമാകുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടുന്നില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആകാത്തത് കൊണ്ടും ഹയർ അതോറിറ്റീസുമായിട്ട് ക്ലേശുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും നമ്മുടെ മുൻപന്തിയിൽ നിൽക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഒരു സെക്കൻഡ് ഓർഡർ എല്ലാ ജോലിൻ്റെയും അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ജീവിതം പീസ്ഫുള്ളി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനത്തിൽ നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ കഴിയും. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തന മേഖല ക്രമീകരിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂര്യനീചത്വം ക്രമേണ പോവുകയും നമുക്ക് മുൻപന്തിയിലേക്ക് നീങ്ങാൻ സാധിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എക്സസൈസുകൾ വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുണ്ടലിനി ശക്തി, സൂര്യൻ പിംഗള നാഡിയെ ഉണർത്തിക്കണം. അതിനു വേണ്ട എക്സസൈസുകൾ ചെയ്യണം, യോഗ പ്രാക്ടീസുകൾ നടത്തണം. ഇതൊക്കെ ചെയ്താൽ സൂര്യൻ്റെ നീചത്വവും പോകും, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം കിട്ടുകയും ചെയ്യും. സൂര്യൻ എല്ലാറ്റിനും ആവശ്യപ്പെട്ട എല്ലാ ചരാചരങ്ങളുടെ നാഥനായതുകൊണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്തുവാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. തൽക്കാലം ഇത്രമാത്രം.